السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم. أما بعد، قال الله تعالى: من المؤمنين رجال صدقوا ما عاهدوا الله عليه. وقال النبي صلى الله عليه وسلم: إن مثل العلماء في الأرض كمثل النجوم السماء يهتدى بها في ظلمات البر والبحر. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മാന്യവിധികർത്താക്കളെ, ഏറ്റവും പ്രിയങ്കരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ദീനി സ്നേഹികളെ, സമയപദത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ സദസ്സിൽ ഏറെ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നാം ജീവിക്കുന്ന മതേതര ഇന്ത്യയുടെ ശില്പികളെന്ന അഭിമാനത്തോടെ വിളിക്കാവുന്ന പണ്ഡിത നിരയിലെ തിളങ്ങുന്ന താരകങ്ങളാണ് ദൈവബന്ദി ഉലമാക്കൾ. തങ്ങൾ ജീവിച്ച കാലത്തെ മാത്രം മുന്നിൽ കണ്ട് ഉപരിപ്ലവമായ ജീവിത പദ്ധതികളിലൂടെ കടന്നുപോയവരായിരുന്നില്ലവർ. മറിച്ച് വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടും വിധം കാലത്തിന് മുന്നേ സഞ്ചരിച്ച ദിഷണാശാലികളായിരുന്നു ആ പണ്ഡിത ശ്രേഷ്ഠർ. സ്നേഹിതരെ, ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ആദർശ കർമ്മരംഗത്ത് ശോചനീയമായ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ തീവ്രതയിൽ നിന്നും ജീർണതയിൽ നിന്നും മുക്തമായ ഒരു സന്തുലിത ജീവിത രേഖ സമർപ്പിച്ച് സമൂഹത്തെ ആസന്നമായ ആത്മാഹുതിയിൽ നിന്നും കരകയറ്റി എന്നതാണ് ദൈവബന്ദി പണ്ഡിതർ ഈ രാജ്യത്തിന് ചെയ്ത ഏറ്റവും ഉത്കൃഷ്ടമായ സേവനം. കാലം കാത്തിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ശാസ്ത്ര പ്രതിഭകളെ കാലത്തിനൊപ്പം സഞ്ചരിച്ച ദിഷണാശാലികളെന്ന് ലോകം വാഴ്ത്തിപ്പാടുമ്പോൾ, ഒരു രാജ്യത്തെ അധിനിവേശത്തിൽ നിന്നും രക്ഷിച്ച, ഒരു സമൂഹത്തെ ധാർമ്മിക അധപ്പതനത്തിൽ നിന്നും മോചിപ്പിച്ച ദൈവബന്ദി പണ്ഡിതരെ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ദിഷണാശാലികളെന്ന് അക്ഷരത്തെറ്റില്ലാതെ നമുക്ക് അഭിമാനത്തോടെ വിളിക്കാം. അല്ലാമ ഇഖ്ബാലിന്റെ വരികൾ കടമെടുത്താൽ, നിഗഹ് ബുലന്ദ് സഹ്നെ ദിൽ നവാസ് ജാപുർ സോസ് യഹി ഹേ റഹ്തെ സഫർ മീറെ കാരവാൻ കെ ലിയേ. ദീർഘദർശിത്വമുള്ള ഉയർന്ന ദിഷണാശാലികൾക്ക് കാലത്തിൻ്റെ അതിശക്തമായ വെല്ലുവിളികളെ നേരിടാൻ കഴിയൂ. അതുകൊണ്ടല്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറവിൽ ഇന്ത്യയിൽ അധിനിവേശത്തിന്റെ വിത്ത് പാകാൻ ബ്രിട്ടീഷ് കാബാലികന്മാർ ശ്രമം നടത്തിയപ്പോൾ, ഇതൊരു കച്ചവടമല്ല, ഇതൊരു സാമ്പത്തിക ഉടമ്പടിയല്ല, ഇതില്ലാതൊരു സദുദ്ദേശവുമില്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞ് ആദ്യമായി അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് അരയും തലയും മുറുക്കി ദൈവബന്ദി പണ്ഡിതർ രംഗത്തു വന്നത്. ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും കേവലം ഇംഗ്ലീഷ് ഭാഷാ മാറ്റമെന്ന് തെറ്റിദ്ധരിച്ച് നിഷ്ക്രിയരായി നിൽക്കുമ്പോഴായിരുന്നു ഈ നീക്കമെന്നുള്ളത് നാം പ്രത്യേകം ചേർത്ത് വായിക്കണം. ദരിദ്ര ജനകോടികളുടെ ജീവിതത്തിന് വില പറഞ്ഞ് ബ്രിട്ടീഷ് മിഷനറി പ്രവർത്തകർ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർത്ത് തരിപ്പണമാക്കി കളയുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇൽഹാറുൽ ഹഖ് എന്ന പ്രൗഢോജ്വല ഗ്രന്ഥമെഴുതി ഫാദർ ഫാന്തറടക്കമുള്ള പാതിരിമാർക്ക് വായടപ്പൻ മറുപടി നൽകാൻ റഹ്മത്തുള്ളാഹി ഖീറാനവി ധൈര്യമായി കടന്നു വന്നത്. ബ്രിട്ടീഷ് രാക്ഷസന്മാർ മുസ്ലിം പണ്ഡിതരെ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ കെട്ടിത്തൂക്കി. ബ്രിട്ടീഷ് രാക്ഷസന്മാർ മുസ്ലിം പണ്ഡിതരെ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ കെട്ടിത്തൂക്കി ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ ചോരപ്പുഴ ഒഴുക്കിയപ്പോൾ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിത്യ തേജസ്സായ മൗലാന ഖാസിം നാനൂതവി ചിന്തിച്ചത് പണ്ഡിതരുടെ തിരോധാനം രാജ്യത്തെ തമോഗർത്തത്തിലേക്ക് തള്ളിവിടുമെന്നായിരുന്നു. വിശ്വത്തിന് വിജ്ഞാന വെളിച്ചം വീശിയ ദാറുൽ ദൈവബന്ദിന് അടിത്തറ പാകിയതുപോലും ഈ ഖാസിമി ദൈവബന്ദി ദൈക്ഷണിക പാഠവമായിരുന്നു. സമാന്തര ഭരണകൂടം സ്ഥാപിച്ചിട്ടാണെങ്കിലും ശരി, ബ്രിട്ടീഷ് പൈശാചികതയെ തുരത്തിയിട്ട് ഞാൻ വിശ്രമിക്കൂ എന്ന് ഉഗ്രപ്രതിജ്ഞ ചെയ്ത് സ്വാതന്ത്ര്യ സമര രണഭൂമിയിലെ ഇതിഹാസ നായകനായി പരിലസിച്ച മൗലാന മഹ്മൂദുൽ ഹസൻ ദൈവബന്ദി ആവിഷ്കരിച്ച പട്ടുറുമാൽ വിപ്ലവത്തിന്റെ ദീർഘദർശിത്വം വിവരണങ്ങൾക്കെല്ലാം അതീതമാണ്. ഒരുപക്ഷെ ദൈവബന്ദി പണ്ഡിതരെങ്ങാനും കാലത്തിന് മുന്നേ സഞ്ചരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നും വെറും ബ്രിട്ടീഷ് കോളനിയായി മാത്രം അവശേഷിച്ചേനെ എന്ന നഗ്ന സത്യം നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ തുറന്നു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം അവർ സാക്ഷാത്കരിക്കുകയായിരുന്നു. ഇന്ന മസലൽ ഉലമാഇ ഫിൽ അർള് കമസലി നുജൂമിസ് സമാ യുഹ്തദാ ബിഹാ ഫീ ളുലുമാതിൽ ബർരി വൽ ബഹർ. ഭൂമിയിലെ പണ്ഡിതർ അവർ വിഹായിസിലെ താരകങ്ങളാണ്. കടലിലും കരയിലും ഇരുൾ പരക്കുമ്പോൾ മാലോകർക്ക് അതാണ് വഴിതെളിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏടുകൾ ഓരോന്ന് നാം പരിശോധിക്കുമ്പോഴും കാലത്തിനു മുന്നേ സഞ്ചരിച്ച ദൈവബന്ദി ദിഷണയുടെ ഒളിമങ്ങാത്ത രേഖകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അള്ളാഹു പറഞ്ഞതുപോലെ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദലൂ തബ്ദീല. സത്യവിശ്വാസികളിൽ ചില ആണുങ്ങളുണ്ട്. അവർ അള്ളാഹുവിനോട് ചെയ്ത കരാർ അവർ പൂർത്തീകരിച്ചു. അവരിൽ ചിലർ അവരുടെ കടമകൾ വളരെ ഭംഗിയായി നിറവേറി. മറ്റു ചിലർ അവരുടെ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അവരുടെ പന്താവിനെ അനുധാവനം ചെയ്ത് അവരെ അനുഗമിച്ച് മുന്നേറാൻ നാഥൻ സുബ്ഹാനഹു വ തആല നാം ഏവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നറുക്കെടുപ്പിന് വേണ്ടി കടന്നു വരിക ചെസ് നമ്പർ 384, ക്രമ നമ്പർ 23, ചെസ് നമ്പർ 300.